എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുകയാണ്. ആദ്യം ശ്രീ എം ജെ ജോബ്, KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഷോളിട്ട് സ്വീകരിക്കുന്നു. ശ്രീ ജയകുമാർ, മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടറും NCPയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ജയകുമാർ അവർകളെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ പ്രണേഷ് രാജേന്ദ്രൻ, ചിറ്റൂരിലെ ജനകീയ നേതാവും നിരവധി കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്ന ശ്രീ പ്രണേഷ് രാജേന്ദ്രനെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീമതി ആതിര അനിൽകുമാർ, ചെന്നിത്തല ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവ് ശ്രീമതി ആതിര അനിൽകുമാറിനെ സ്വീകരിക്കുന്നു. ശ്രീ പൊൽപ്പള്ളി പ്രകാശിനെ ഷോളണിയിച്ച് സ്വീകരിക്കുന്നതിനായി രാജീവേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീ സുനിൽ രാഘവപുരത്തെ ഷോളിട്ട് സ്വീകരിക്കുന്നതിനായിട്ട് സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ശ്രീ സേതു വേർക്കോലി അവർകളെ സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ വിനേഷ് കുറുപ്പ്, ശ്രീ ശിവകുമാർ തമ്പി, ശ്രീ ശിവകുമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. BJP NDA ഈ ഇലക്ഷൻ കാണുന്നത് ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. അത് എത്ര ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. നമ്മുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ജനങ്ങൾ കാണുന്ന ഈ കാണുന്ന ഇലക്ഷനെ മാറ്റത്തിൻ്റെ ഇലക്ഷനായിട്ട് കാണുന്നു. എത്ര കൊല്ലമായി ഇവിടെ ഭരിച്ച കോൺഗ്രസും CPM എന്തു ചെയ്തു, എന്ത് സ്ഥിതിയിലാണ് നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിനെ മാറ്റണം. ആ മാറ്റം കൊണ്ടുവരാനാണ് BJP NDA ഇലക്ഷൻ മത്സരിക്കുന്നത്. ആ മാറ്റം കൊണ്ടുവന്നാൽ ഇവിടെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം. അതിനൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ വരാൻ പോകുന്ന 20 ദിവസം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇന്നിപ്പോൾ BJPയിൽ ചേർന്ന എല്ലാ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ പേര് ഞാൻ എടുക്കുന്നില്ല. ജോബ് ജി, ജയകുമാർ ജി, പ്രണേഷ്, ആതിര, അവരൊപ്പം മറ്റ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് നമുക്ക് ഈ വികസിത കേരളം, നമ്മൾ എല്ലാവരും ഒരു ടീം വികസിത കേരളത്തിൻ്റെ ഭാഗമായി മുമ്പോട്ട് പോവും. ഞാൻ ആദ്യം ജോബ്ജിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കാൻ വന്നപ്പോൾ തീരദേശത്തെല്ലാം പോകുമ്പോൾ അവിടെ നടക്കാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പരിഹരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കടലാക്രമണമാണോ, അവരുടെ വീട് കുടിവെള്ളമാണോ, അവരുടെ തൊഴിലാണോ, അതിലെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, ചെയ്യുന്നില്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി തീരദേശമാണോ, കർഷക മേഖലയാണോ, ഇതിലെല്ലാം ഒരു നല്ല കാഴ്ചപ്പാടും ഒരു ഭാവി സൃഷ്ടിക്കാൻ BJP NDAൻ്റെ ഐഡിയാസ് ആ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തി ഇവരൊപ്പം ഞങ്ങളെല്ലാം പ്രവർത്തിച്ച് അത് നടപ്പിലാക്കുന്ന ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ രാഷ്ട്രീയം ചെയ്യുന്നത് പവറിന് വേണ്ടിയിട്ടോ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. BJP NDA എന്നൊരു സംസ്ഥാനം നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയം, അതിൻ്റെ ലക്ഷ്യം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ്. അതിനുവേണ്ടി ഇന്ന് ഈ ടീമിൽ വരുന്നു. അവരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ ഒരുമിച്ച് ജനങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയാൽ ഒരു നല്ല മാറ്റം ഈ നാട്ടിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.